ഹായ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ മാലയുടെ കളക്ഷൻസാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ചെവിയിലത്തെയും കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു ബോക്സിൽ എടുത്ത് ഓരോന്നായി കാണിച്ചു തരാം. ആദ്യമായിട്ടെന്ന് പറയുന്നത് ഇതാണ്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇത് ചെവിയിലത്തെ ആണ് ഉള്ളത്. ഇതാണ് ചെവിയിലത്തെ. പിന്നെ അതിന് ഇതേപോലെ ഒരു ഇങ്ങനെ ജ്വല്ലറി സെറ്റാണ്. ഇത് നിങ്ങൾക്ക് കേരള സാരിക്ക് കൊടുക്കാം, പിന്നെ ഗോൾഡ് ജരിയുള്ള ഡ്രസ്സിന് കൊടുക്കാം, പിന്നെ ഗാഗ്ര ലെഹങ്കയ്ക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ ഇതൊരു വളയാണ്. നല്ല വർക്കുള്ള ഒരു വളയാണ് കേട്ടോ. നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വളയാണ് കേട്ടോ. ജോഡി വള ആണ്. പിന്നെ അടുത്തതായി പറയുന്നത് ഇത് റൂബി കല്ല് വെച്ചിട്ടുള്ള ഒരു വളകളാണ്. പിന്നെ ഇതൊരു കമ്മലാണ് കേട്ടോ. ഇത് നല്ലൊരു കമ്മലാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു മാലയാണ് കേട്ടോ. നല്ല റൂബി സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ളതാണ്. ചുവന്ന നിറം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നിറമാണത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ചെവിയിലത്തെ സെറ്റാണ് കേട്ടോ. ഇതാണ് ഇതൊന്ന്. പിന്നെ ഇതൊന്ന് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ആണ് കേട്ടോ. നല്ലൊരു സെറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതൊരു മാലയാണ്. ഇങ്ങനെ ഒരു മാലയാണ്. നല്ല ചേർച്ചയാണ് കേട്ടോ. എനിക്ക് ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ചെറുത് തൊട്ടിട്ട് എനിക്കൊരു ക്രേസി അബൌട്ട് ഇറ്റ്. ഓക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജുംക്കാണ് ഇത്. ബ്ലാക്ക് മെറ്റലിൽ എന്ത് കിട്ടിയാലും ഞാൻ വാങ്ങും. നല്ലൊരു ഇതാണ്. പിന്നെ സ്കൂളിലിരിക്കുമ്പോൾ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു കളക്ഷൻ വരുമായിരുന്നു. ഇപ്പോൾ അത് കാണാറില്ല. പക്ഷേ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് ആമസോണിലും വാങ്ങാം, ഇല്ലെങ്കിൽ കടയിലും വാങ്ങാവുന്നതാണ്. നല്ല കളക്ഷനാണ് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്തതായിട്ട് തന്നെ ഞാനൊരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ
പിന്നെ ഞാൻ എപ്പോഴും ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നോക്കാറുണ്ട്. പക്ഷെ എപ്പോഴും കാണാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളെ പോലത്തെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കൊണ്ടാണ് സപ്പോർട്ട് കിട്ടുകയും എൻ്റെ ചാനൽ വളർത്താനും പറ്റുന്നതാണ്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.